ഹലോ, മിയാനി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിപ്പോൾ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചവ്വരി കൊണ്ട് ഒരു ഉപ്പുമാവാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചവ്വരി ഞാനിവിടെ ഒരു 250 ഗ്രാം ചവ്വരി തലേദിവസം വെള്ളത്തിലിട്ട് വെച്ചിരിക്കണം. അപ്പോൾ രാവിലെ ആകുമ്പോൾ അത് നല്ല കുതിർന്ന് നല്ല സോഫ്റ്റായിരിക്കും. പിന്നെ ഒരു 3 ചെറിയ ഉരുളക്കിഴങ്ങ് പുഴുങ്ങി കഷ്ണങ്ങളാക്കിയത്, നിലക്കടല വറുത്ത് പൊടിച്ചത് 1 കപ്പ്, ഒരു നുള്ള് ജീരകം, ഒരു 3 പച്ചമുളക് കഷ്ണങ്ങളായി നുറുക്കിയത്, ഉപ്പ് ആവശ്യത്തിന്. ഇനി നമുക്കിത് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഈ ചവ്വരിയിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇടണം. പിന്നെ നിലക്കടല വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്നത് അതും ഇതിലേക്ക് മിക്സ് ചെയ്യാം. ഇത് നന്നായി ഇളക്കി യോജിപ്പിക്കണം. ഇത് പല വിധത്തിൽ ഈ സാബുദാന എന്ന് പറയുന്ന ചവ്വരിയാണ്. ചവ്വരി കൊണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വിധത്തിലാണ്. ഇത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ ഇത് നല്ലപോലെ ഉപ്പും നിലക്കടലയുടെ പൊടിയും കൂടെ നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ ഇത് നല്ലോണം യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച്, എണ്ണ ചൂടായപ്പോൾ അതിലേക്ക് ജീരകവും അരിഞ്ഞു വെച്ച പച്ചമുളകും കൂടെ ഇട്ടു. അത് നല്ലോണം മൂത്തതിന് ശേഷം നമുക്ക് ഈ പുഴുങ്ങി കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് അതിലേക്കിടാം. ഈ ഉരുളക്കിഴങ്ങ് ചെറിയ കഷ്ണങ്ങളാക്കി എണ്ണയെ വറുത്തും ചേർക്കാം. പക്ഷേ എന്താണെന്ന് വെച്ചാൽ അന്നേരം എണ്ണ കുറച്ച് കൂടുതൽ നമുക്ക് ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ ഇതാകുമ്പോൾ എണ്ണ കുറച്ച് മതി, അല്ലപ്പോൾ ഹെൽത്തി ആയിട്ടിരിക്കും. ഇതും കൂടെ അതിനകത്തിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഉരുളക്കിഴങ്ങ് നമ്മൾ പുഴുങ്ങിയപ്പോൾ ഉപ്പിട്ടാണ് പുഴുങ്ങിയത്. അപ്പോൾ ഇപ്പോൾ ഇതിലേക്ക് ഉപ്പിടേണ്ട ആവശ്യമില്ല. 2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. എന്നാൽ ഉരുളക്കിഴങ്ങ് ഓൾറെഡി വെന്തതാണല്ലോ. അപ്പോൾ ഇതിലേക്ക് ഇനി നമുക്ക് ചവ്വരി ഇട്ട് കൊടുക്കാം. ചവ്വരി നമ്മൾ നിലക്കടലയുടെ പൊടി ഉപ്പും ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന കുതിർത്ത് വെച്ചിരിക്കുന്ന ചവ്വരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്കിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കാം. 5 മിനിറ്റ് വെന്താൽ മതി. 5 മിനിറ്റ് കൊണ്ട് വെന്ത് കിട്ടും. കാരണം ചവ്വരി കുതിർത്ത് നല്ല സോഫ്റ്റായിട്ടിരിക്കുന്നതല്ലേ, അപ്പം പെട്ടെന്ന് വെന്ത് കിട്ടും. നല്ലോണം ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. നല്ലോണം ഇളക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കുറച്ച് നേരം അടച്ച് വെക്കാം. അടച്ച് വെച്ച് ഇനി ഇത് 5 മിനിറ്റ് കൊണ്ട് വേകും. അതിൻ്റെ ഇടയ്ക്ക് ഒരു മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഇതിവിടെ 1 മിനിറ്റ് ഇരുന്ന് വേവട്ടെ. നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തില്ലെങ്കിൽ ഇത് അടി പിടിക്കും. അപ്പോൾ ഇത് നമുക്ക് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി ഒന്നുകൂടെ യോജിപ്പിച്ച് കൊടുക്കാം. വെന്തിട്ടില്ല. 1 മിനിറ്റല്ലേ വെള്ളം അടച്ച് വെച്ചിട്ട്. 5 മിനിറ്റിൽ വേകും. വീണ്ടും നമുക്ക് അടച്ച് വെക്കാം. ഈ പുഴുങ്ങിയ ഉരുളക്കിഴങ്ങ് കുറച്ച് പൊടിച്ചിട്ട് ഇതിനകത്ത് ഇടാം. പക്ഷെ ഞാൻ ക്യൂബ്സ് ആക്കിയിട്ട് ഇട്ടിരിക്കുന്നു. ഉരുളക്കിഴങ്ങ് ഇഷ്ടമില്ലാത്തവർക്ക് ഉരുളക്കിഴങ്ങ് ഇടാതെ ഉണ്ടാക്കാം, ചവ്വരി കൊണ്ട് മാത്രമായിട്ടും. ഞാനിപ്പോൾ എനിക്ക് ഉരുളക്കിഴങ്ങൊക്കെ ഇടുന്നത് ഇഷ്ടമായതുകൊണ്ട് ഞാൻ കുറച്ച് ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയിട്ടത്. നമുക്ക് ഉപ്പുമാവ് വെന്തോന്ന് നോക്കാം. വെന്തിട്ടുണ്ട്. 5 മിനിറ്റ് പോലും എടുത്തില്ല. ഒരു 2-3 മിനിറ്റിനുള്ളിൽ തന്നെ ഉപ്പുമാവ് വെന്ത് കഴിഞ്ഞു. ഒന്നുകൂടെ ഇളക്കി യോജിപ്പിക്കാം. കണ്ടോ, തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഉപ്പുമാവ് റെഡി. ചവ്വരി കൊണ്ടുള്ള ഉപ്പുമാവ് റെഡി. ഇതാ നമ്മുടെ ഉപ്പുമാവ് ഇവിടെ തയ്യാറായി കഴിഞ്ഞ് ഒട്ടിപ്പിടിക്കാതെ നല്ല വേറിട്ട് കിടക്കുന്നുണ്ട് ഓരോ ചവ്വരിയുടെ മണികളും. ഇത് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ കഴിക്കാൻ നല്ലതാണ്. ഹെൽത്തി ആയിട്ടുള്ളൊരു ഉപ്പുമാവാണ്. അധികം എണ്ണയില്ല. മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില ഇടാം ഇതിൻ്റെ പുറത്തൂടെ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.